ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ പിന്നെ ഭാമയോട് അവന് ഇഷ്ടപ്പെട്ട കറിയൊക്കെ ഉണ്ടാക്കിയൊക്കെ പറയണം കേട്ടോ. ഇവിടെ ഇയാളെന്ന് വിളിച്ചു പറയണേ. ഞാൻ പറയാം സാറേ, ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ആ പറഞ്ഞാ മതി. അപ്പൻ എന്താ അതെല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കുന്നത്? അവളെ എതിർത്ത അവള് വീണ്ടും കൈമുറിക്കുന്ന ഓർത്താണോ? അങ്ങനെ മുറിക്കുന്നെങ്കിൽ മുറിക്കട്ടപ്പാ, ഒരിക്കലും രക്ഷിച്ചതല്ലേ. പിന്നെ മുറിച്ച അത് അവളുടെ വിധിയാണെന്ന് കരുതി സമാധാനിക്കണം. അങ്കളെ, നേരായ മാർഗം പറ്റുന്നില്ലെങ്കിൽ വളഞ്ഞ വഴികൾ നോക്കണം. നമുക്കറിയാവുന്നതും പരിചയമുള്ളതും ആ വഴികളാണല്ലോ. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ കാര്യങ്ങൾ വെടിപ്പായി നടക്കണം. ഇലയ്ക്കും മുള്ളിനും കേട് വരരുത്. നോക്കാം, നോക്കണം. പൊന്നി, രണ്ടുപേർക്കും ചോറും വെള്ളമെല്ലാം എടുത്തിട്ടുണ്ട്. രണ്ടുപേരുടെയും ബാഗിൽ ഇപ്പൊ തന്നെ വെക്കണം, അല്ലെങ്കിൽ മറന്നുപോകും. അത് ഞാൻ വെച്ചിട്ടുണ്ട്. ആ പിന്നെ അറിയാലോ, അവരെ ക്ലാസ്സിൽ കൊണ്ട് ഇരുത്തിട്ടേ പോരാവൂ. ഗേറ്റിലാക്കിയിട്ട് പോരാൻ പാടില്ലെന്ന് പ്രത്യേകം ഗ്രൂപ്പിൽ പറഞ്ഞിരിക്കുക. ഞാൻ അതുപോലെ ചെയ്തോളാം. പറ്റുമെങ്കിൽ ക്ലാസ് ടീച്ചറിനെയും കൂടി ഒന്ന് കണ്ടോ. ഇവരുടെ കാര്യങ്ങളൊക്കെ ചിലപ്പോ ടീച്ചർ നേരിട്ട് കാണുമ്പോഴേ പറയൂ. ഞങ്ങൾ റെഡി. പൊന്നിയാണ്ടിയാണോ ഞങ്ങളെ കൊണ്ടാക്കാൻ വരുന്നത്? അതെയല്ലോ. അപ്പൊ അമ്മ എവിടെ പോവാ? അമ്മയ്ക്ക് ജോലി സംബന്ധമായ ഒരു യാത്രയുണ്ട് മോളെ. ഇന്നൊരു ദിവസത്തേക്കല്ലേ, നാളെ അമ്മ കൊണ്ടുപോയി ആക്കാം. ദേ ഓട്ടോ വന്നിട്ടുണ്ട്. ഇന്നൊരു ദിവസം നിങ്ങൾ അതിൽ പോയാ മതി. ആ പൊന്നി, വൈകിക്കണ്ട, പൊയ്ക്കോ. വാ മക്കളെ, വാ. അച്ഛൻ എന്താ ഇവിടെ നിക്കുന്നേ? അതൊക്കെ ഉണ്ട്. വേഗം പൊക്കോ, വേഗം പൊക്കോ, സമയം വയ്ക്കണ്ട. സമയാവുന്നല്ലേ ഉള്ളു അച്ഛ. രാവിലെ എന്നെ സ്കൂളിൽ പോയിരിക്കണോ? ഓ ശരി ശരി. അച്ഛൻ എന്തിനാ ഇവിടെ നിക്കുന്നേന്ന് പറ. ഒരു കാര്യം ഉണ്ടെന്നേ. അതെന്തോ? അതൊക്കെ ഉണ്ട്, നിങ്ങൾ തിരിച്ചു വരുമ്പോ കാണാലോ. പൊയ്ക്കോ. നടക്കും മക്കളെ. അച്ഛാ, അച്ഛാ, ടാറ്റാ. ആ ടാറ്റാ, ടാറ്റാ. രമേട്ടാ പോവാ. അതല്ല മോളെ, രാഘവ സാറ്. അച്ഛൻ എന്ത് പറ്റി? സാർ വണ്ടി കയറിയിരിക്കുക. ഇറങ്ങാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. വണ്ടിയിൽ കയറിയോ? എന്തിനാ? അച്ഛാ, ഞാൻ ഓഫീസിൽ പോവാൻ പോവാ. അച്ഛനത് എവിടെ പോവാനാ? വിഷ്ണുവിനെ വിളിക്കാൻ പോകാനല്ലേ? ഞാനും വരാം. അച്ഛാ, വിഷ്ണുവേട്ടൻ ഇപ്പൊ വരില്ല. എപ്പോ വേണേലും വന്നോട്ടെ, എനിക്കവിടെ ഇരിക്കാലോ. അച്ഛാ, എനിക്കിപ്പൊ തന്നെ നേരം വൈകി. വിഷ്ണുവേട്ടനെ വിളിക്കാൻ നമുക്ക് വൈകിട്ട് വന്നിട്ട് പോവാം. ഇല്ല, വരില്ല. എന്നെ ഇതും പറഞ്ഞേ എന്നും പറ്റിക്കുന്നതാ. ഇന്ന് ഞാൻ കൂടെ വന്ന് വിഷുവിനെ കൊണ്ട് തിരിച്ചു വരത്തുള്ളൂ. ആ എന്താ രാഘവൻ സാർ ഇത് എവിടെ പോകുന്നു? വിഷ്ണുവേട്ടനെ വിളിച്ചോണ്ട് വരാൻ വേണ്ടി കയറിയിരിക്കുക പിള്ളച്ചേട്ടാ. എന്താ ഇപ്പൊ ചെയ്യാ? എനിക്കാണെങ്കിൽ പോവാനുള്ള സമയമായി. എന്നാ പിന്നെ ഞാനും കൂടെ വരാൻ കുഞ്ഞേ. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇടയ്ക്ക് ഇറങ്ങിക്കോളാം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാനീ കൊണ്ടുവന്നോളാം. അല്ലാതെ രാഘവൻ സാറിനെ ഇറക്കിയിട്ട് ഇന്ന് കുഞ്ഞിന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. പിള്ളച്ചേട്ടൻ കയറ്.
അപ്പൊ പാലേ അല്ല ഇയാൾ എവിടെ പോവാ? വിഷ്ണു കുഞ്ഞിനെ വിളിക്കാൻ. നമുക്ക് രണ്ടുപേർക്കും കൂടെ വിഷ്ണു കുഞ്ഞിനെ വിളിച്ചിങ്ങി വരാന്നേ. ആ എന്നാ അവനെ വണ്ടി കേട്ടോ. ഇന്ന് അവനെ കൈയോടെ കൂട്ടിക്കൊണ്ട് പോരണം. ആ അങ്ങനെ ഇടാൻ പറ്റത്തില്ലല്ലോ. എന്നെ പറ്റി നടക്കാൻ തുടങ്ങിയിട്ടേ കുറെ നാളായി. അവൻ എന്നെ കാണുന്നില്ലെങ്കിലേ അവനെ കാണുന്ന എനിക്കുണ്ടെന്നേ. വീട്ടിൽ കയറാൻ പറ്റാത്ത എന്ത് പണി അവനോടുള്ളതെന്നേ എനിക്കെന്നറിയണം. ആ വണ്ടി എടുക്കണോ? പിള്ളേ, ചെറുപ്പത്തിലേ അവൻ എന്നെ ഇതുപോലെ എത്ര ചോദിച്ചെന്ന് പരിചയമുണ്ടെന്നറിയാമോ? അപ്പോഴെല്ലാം ആ വീടിന്റെ ഏതെങ്കിലും മുറിക്കുള്ളിലവ ഉണ്ടാവരുന്നു. ആ ഒരു ഉറപ്പ് എനിക്ക് ഉണ്ടായിരുന്നേ. ഇപ്പൊ എന്നെ അവനിങ്ങനെ പുറത്തൊളിച്ചെന്ന് പറ്റിക്കാൻ ഒരു കാലം കുറച്ച് ആയില്ലോടോ. എന്തിനാണോ അവൻ എന്നെ ഇങ്ങനെ പറ്റിക്കുന്നേ? ഇന്ന് ഞാൻ അവനെ കൈയോടെ പൊക്കം പിള്ളേ. അതിനു വേണ്ടിയാ ഞാനീ പോന്നേ. അവന്റെ ഈ ഒളിച്ചെളിയെ ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. ആ അവനെ കൊണ്ട് ഞാനിന്ന് വീട്ടിലോട്ട് പോരത്തുള്ളൂ. ആ പിന്നെ ഭാമയോട് അവന് ഇഷ്ടപ്പെട്ട കറിയൊക്കെ ഉണ്ടാക്കിയൊക്കെ പറയണം കേട്ടോ. ഇവിടെ ഇയാളെന്ന് വിളിച്ചു പറയണേ. ഞാൻ പറയാം സാറേ. ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ആ പറഞ്ഞാ മതി. വരണം സാർ, വരണം, ഇരിക്കണം സാർ. സാറിന് ചായ എടുക്കട്ടെ? ആ സാറിനൊരു ചായ വേണം. മധുരം ഇടാലോ അല്ലേ? ഓ ആ മധുരം ഇടാം. സാറിങ്ങോട്ടൊക്കെ വന്നിട്ട് ഒരുപാട് നാളായല്ലോ. ഹൗസ് നെയിം മാണിക്കോത്തെന്നല്ലേ? ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ കാർഡ് അയക്കാറുണ്ടല്ലോ. ഇവിടെ ഏത് വണ്ടി വന്നാലും ആദ്യം ബുക്ക് ചെയ്യുന്നതും എടുക്കുന്നതും മാണിക്കോത്ത് മഹേന്ദ്ര മുതലാളിയാ. അതെ അതെ.